ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ദുബായിൽ തന്നെ എല്ലാവരും കാണാനും അതുപോലെ വരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതാണ് ആ സ്ഥലം എന്നല്ലേ? അപ്പോൾ അതാണ് ദുബായ് സഫാരി പാർക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തത് P2-ലാണ്. അവിടുന്ന് കുറച്ച് നടക്കാനുള്ളൂ. അവിടുന്ന് കുറച്ച് നടക്കുമ്പോൾ തന്നെ രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ്. അതുപോലെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട് പാർക്കിംഗ്. അപ്പോൾ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നമ്മളിത് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇവിടെ നല്ല രസമായിട്ട് ഷെയ്ഡുകൾ ഉണ്ടാക്കിയിട്ട് കാണാം. ഇലയുടെ ഷേപ്പിൽ നല്ല ഷെയ്ഡുകൾ പോകും. അതുപോലെ തന്നെ ഇത് ആ ടിക്കറ്റ് കൗണ്ടറിൽ അത്ര തിരക്കൊന്നും കാണാനില്ല. കാരണം നമുക്ക് ഓൺലൈനായിട്ടും ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഫ്രണ്ടിൽ കാണാൻ നല്ല രസം കിട്ടും. അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിൽ നമുക്ക് ടിക്കറ്റിൻ്റെ പ്രൈസും പല പ്രൈസും ടിക്കറ്റിന്, അതായത് ജസ്റ്റ് എൻട്രി ഗേറ്റുകൾ മാത്രം ആക്സസിബിൾ ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് 90 ദിർഹംസിൻ്റെയാണ്. അതിൽ സഫാരി ജേണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോകാം. നല്ല രസമായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ജീവികളുടെ എലിയാന്ന് തോന്നുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. എലിയാണോ മുയലാണോ എലിയാന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു റേറ്റ് സാധനം നല്ല ഭംഗിയുണ്ട് കാണാൻ. എലി അപ്പോൾ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെയാണ് ആ ഒരു സ്കാനിങ്ങിൻ്റെ സംഭവം. ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ടിക്കറ്റ് കൊടുത്ത് ഞാനിത് ആ ഉള്ളിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ കയറിയത് തന്നെ അറിയാം, വളരെ വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈ ദുബായ് സഫാരി പാർക്ക് എന്ന് പറയുന്നത്. ഏകദേശം 119 ഹെക്ടറിലാണ് ഈ ഒരു സഫാരി പാർക്കുള്ളത്. അതിൽ തന്നെ ലോകത്തിൻ്റെ പല പല ഭാഗത്തു നിന്നും കൊടുത്തിട്ടുള്ള ഒരു 2500 അതിന് മേലക്കും മൃഗങ്ങൾ ഈ ഒരു പാർക്കിലുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ മൃഗങ്ങളും അതാത് രാജ്യത്തിൻ്റെ സോണുകളായിട്ട് തരംതിരിച്ചിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. അതായത് ഓരോ വൻകര, ആഫ്രിക്ക, അതുപോലെ തന്നെ ഏഷ്യ, പിന്നെ അറേബ്യൻ ഡെസേർട്ട് എന്ന് പറഞ്ഞൊരു ഏരിയ, പിന്നെ എക്സ്പ്ലോർ വില്ലേജ് എന്ന് പറഞ്ഞൊരു ഏരിയ. അങ്ങനെ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പലതരത്തിലുള്ള സിംഹങ്ങൾ, അതുപോലെ തന്നെ ജിറാഫ്, അങ്ങനത്തെ പലതരത്തിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ ഈ ഡിസ്കവറി ചാനലിലും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു സഫാരിയും കൂടിയും ഈ ഒരു പാക്കേജിൽ നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഷോയുടെ ടൈമിങ്ങും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ദുബായ് സഫാരിയുടെ മാപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിൽ നമുക്ക് കയറി ചെന്നാൽ തന്നെ നമുക്ക് കിട്ടും. ഇത് ഫോട്ടോ എടുത്തിട്ടും അതുപോലെ തന്നെ ഷോയുടെ ടൈമിങ് ഫോട്ടോ എടുത്തിട്ട് കൈ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അവിടെ പോയിട്ട് ഷോസ് കാണാനും പറ്റും. ഇത് 119 ഹെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയ നടന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വണ്ടി കിട്ടും. ഇവിടുന്ന് പിക്കപ്പ് പോയിന്റ് ഉണ്ട്. അവിടുന്ന് വണ്ടിയിൽ കയറിയിട്ട് അവർ ഓരോ സ്ഥലത്ത് കൊണ്ട് ഇറക്കും. അവിടുന്ന് നമുക്ക് കണ്ടിട്ട് വീണ്ടും ആ വണ്ടി കയറി അടുത്ത സ്ഥലത്ത് പോയിട്ട് അങ്ങനെയാണ് കാണുക ഇവിടെ. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് വണ്ടിക്ക് വേണ്ടിയിട്ട്. നല്ല തിരക്കുണ്ട് ഉള്ളിൽ. അപ്പോൾ അത്യാവശ്യം ട്രെയിൻ പോലത്തെ ഒരു വണ്ടി കാണാം കണ്ട. അപ്പോൾ അവിടുന്ന് ഈ ഒരു വണ്ടിയിൽ 2-3 വണ്ടികൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കയറിയിട്ടാണ് നമ്മൾ ഓരോ സോണിൻ്റെ അടുത്തും പോകുന്നത്.
അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നു. ആ ട്രെയിനിൽ കയറിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ വില്ലേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എല്ലാവരും അവിടെ പോയില്ല എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു ചർച്ചയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഈ ഒരു ട്രെയിൻ യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിത് ഒരു 2-3 മിനിറ്റത്തെ ആ ഒരു വണ്ടിയിലത്തെ യാത്രയ്ക്ക് ശേഷം ആഫ്രിക്കൻ വില്ലേജിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഈ ഒരു വില്ലേജിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇരുന്ന് കാണാം. സോറി. ഇനി നമുക്ക് നടന്ന് കാണാം. ആദ്യം നമുക്ക് ചിമ്പാൻസി ഹൗസ് ഉണ്ട്. ചിമ്പാൻസി ഹൗസ്, ഇതാണ് ചിമ്പാൻസി. പോരെ എൻട്രൻസിൽ ഇങ്ങനെ കാലുമ്പോ കാല് കയറ്റിച്ച് കിടക്കണമല്ലോ. നല്ല ഉറക്കാ. ഇനിയിപ്പോ അപ്പുറത്തേക്ക് പോവാ. ഇതൊക്കെ അടുത്തുനിന്ന് കാണാൻ നോക്കി ആള് കിടക്കണമെങ്കിൽ എന്താ രാജാവ് കിടക്കും. അടുത്തത് ചിമ്പാൻസികളുടെ ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറയുന്നത് പിഗ്മി ഹിപ്പോ, ഒരു ടൈപ്പ് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് അവിടെ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കിയിട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളൊക്കെ കാണാം. ഈ ഒരു കൂട്ടിൽ ഹിപ്പോ മാത്രമല്ല ഉള്ളത്, ഒരു ടൈപ്പ് കുരങ്ങനുണ്ട്. വെർവറ്റ് മങ്കി എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 ജീവികളാണ് ഈ ഒരു കൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു കൂട്ടിൻ്റെ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതിലൊന്നുമില്ല, ഒന്നും കാണുന്നൊന്നുമില്ലല്ലോ എന്നല്ല. പിന്നെ കണ്ടത് അവിടെ വെള്ളത്തിലൊരു പാറ പോലെ പൊന്തിക്കെടുക്കുന്ന ഒരു സംഭവം കണ്ടോ, ഒരു ചെറുത്. അത് ആണ് ഹിപ്പോ. പക്ഷെ അടിയിൽ നോക്കുമ്പോഴൊന്നും കാണാനില്ല. ഇടയ്ക്ക് സംഭവം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ ഈ ഹിപ്പോ. പിന്നെ അതിൽ കുരങ്ങുണ്ടെന്ന് പറഞ്ഞു, വെർവറ്റ് മങ്കി എന്ന് പറഞ്ഞിട്ട് സംഭവം. ആ ഒരു ടൈപ്പ് കുരങ്ങനാണ് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ചെറുതായിട്ട് കാണാം, പക്ഷെ നേരിട്ട് കാണാൻ പക്ക നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഇപ്പോൾ ഒരു ക്യാമറയിൽ നമുക്ക് അത്ര പെട്ടെന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നും തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അവിടെയും ആ സൈഡിലും നടക്കുന്ന കാണാൻ പറ്റും. ആ ഒരു വെള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡിലും ആ ഒരു കുരങ്ങന്മാർ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ചടുത്ത് നമുക്ക് കാണാം ഇവിടെ ഈ സൈഡിൽ, ഈ ഒരു സൈഡിൽ നിൽക്കണം. ഇതാണ് വെർവറ്റ് മങ്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗം.
പിന്നെ ഹിപ്പോനെ കാണണമെങ്കിൽ ഇപ്പോൾ സൂര്യാസ്തമയത്തിന് കാത്തിക്കണ പോലെ കാത്തിക്കണം. ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ആശാന്ത പൊന്തുണ്ട്. ഇതാ ഓക്കെ, ഇത്ര തന്നെ ആള് പുറത്തേക്ക് കുറച്ചിങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അടിക്കും. അതാണ് സംഭവം. ആൾ ഫുൾ ടൈം വെള്ളത്തിലാണ്. പിന്നെ അടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് മാനുകളാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുക. ഈ മാനിൻ്റെ ശരിക്കുള്ള പേര് അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം മാനുകളെ കാണാം. നമുക്ക് അത്യാവശ്യം മാനുകളെ അടുത്ത് തന്നെ കാണാൻ പറ്റും. ഈ മാനുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ മേത്ത് കണ്ട വിരകളാണുള്ളത്. മറ്റേ പുള്ളിമാൻ എന്നൊക്കെ കണ്ടിട്ടില്ല ഞാൻ. ഇങ്ങനത്തെ ഈ ടൈപ്പ് മാനിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മേത്ത് വിരകളുള്ളൊരു ടൈപ്പ് മാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ആഫ്രിക്കൻ വില്ലേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നേരത്തെ ആഫ്രിക്കൻ സോണിലത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് കണ്ടത്. ഇപ്പോൾ അവിടെ ഒരു ആഫ്രിക്കൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത് കാണുന്നത് എന്ന് വെച്ചാൽ അല്ല, ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പ് മരം ആണ് തോന്നുന്നു ഇവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ ഒരു റെപ്റ്റൈൽസിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ അതിൽ കുറേ ജന്തുക്കൾ, അങ്ങനത്തെ വിഭാഗത്തിൽപ്പെട്ട കുറേ ജന്തുക്കളെ അവർ ഇങ്ങനെ ഇതിൽ കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളാണ്. നല്ല വിഷമുള്ള ടൈപ്പ് പാമ്പുകളെയും അതുപോലെ തേള് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്പൈഡർ, എട്ടുകാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇവിടെ ഉണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ എട്ടുകാലി ഇതാകും, അതാണ് അവിടുത്തെ എട്ടുകാലി. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്. വിഷമുള്ള എവിടെ? അതാ പാമ്പ്, മലമ്പാമ്പ്. ഇതെന്താ സാധനം അറിയോ? കടിച്ചിട്ടുണ്ടെങ്കിലോ കാണാനല്ല, അതന്നെ കാണില്ല സാധനം.
ഞാൻ നോക്കണോക്കി പേടിയുണ്ടാ ഫന്ന് ഓക്കെ ഇതൊക്കെ ഒരാള് ഡ്രാഗണാ ഡ്രാഗൺ മഞ്ഞ ഡ്രാഗൺ സെൻട്രൽ വ്യൂ അങ്ങനെ റെപ്റ്റൈൽസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പിന്നെ വരുന്നത് ഇവിടെ സിംഹം അങ്ങനത്തെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള മൃഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആഫ്രിക്കൻ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്, നമ്മളിപ്പോഴും ആഫ്രിക്കൻ സോണിൽ തന്നെ ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു പാറയുടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. ആ പാറയുടെ മേലെ സൈഡിലായിട്ട് ഒരു വെള്ള സിംഹം, ആ ഒരു വെള്ള സിംഹത്തിൻ്റെ ഒരു ഫാമിലി ഇത് അപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ഷെയ്ഡിൻ്റെ അടിയിൽ അവർ അവിടെ കിടന്നുറങ്ങണമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളിപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങി ഇപ്പോൾ ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ആനകളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ആനകളുടെ രൂപത്തിൽ അവർ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് അവർ ഗ്ലാസ്സിൽ ആനകളുടെ സ്കിന്നിൻ്റെ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഭയങ്കര ഹാർഡ് സ്കിന്നാണല്ലോ ഈ ആഫ്രിക്കൻ ആനകൾ. അപ്പോൾ ആ ഒരു ടൈപ്പ് സ്കിന്നും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കാന്നൊക്കെ പറയാം, പക്ഷെ ഗ്ലാസ്സിനുള്ളിലാണ് ആ സ്കിന്ന് കാണുന്നത്. തൊട്ട് നോക്കിയാൽ നമ്മളൊക്കെ എങ്ങനെ ഫീൽ ആവും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ആനകളൊക്കെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള വെള്ളം കാര്യങ്ങളും ഒക്കെ കാണാൻ. അപ്പം നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സൈഡിൽ ആനകൾ അവിടെ ചളിയിലൊക്കെ കിടന്നിട്ട് കളിക്കുന്നു. അപ്പോൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് വെറും കിളികൾക്ക് മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണ്. കൂട് പോലെയാണ്, വലിയൊരു കൂടാണ്. ആ കൂടിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഈ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ പക്ഷികളെയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് ഇങ്ങനെ കാണാം. അവിടെ ഇപ്പോൾ ഒരു കൂടിൻ്റെ ഉള്ളിൽ ഒരു മരം പോലത്തെ ഒരു ബിൽഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു മരത്തിൻ്റെ ഷേപ്പിൽ തന്നെ. അപ്പോൾ അതിന് മേലെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ കയറി നിന്നാൽ തന്നെ ഒരുവിധം ആ ഒരു ഏരിയ നല്ല അടിപൊളി വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു കൂട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഈ പല ഫോട്ടോഗ്രാഫേഴ്സും വന്നിട്ട് നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് പോകും. അതും അത്രയും നല്ല വെറൈറ്റി ടൈപ്പ് കിളികളും അതുപോലെ തന്നെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്.
തത്തമ്മ നോക്കി ഒരു തത്തമ്മനെ നോക്കിയെന്നാ ഇത് കണ്ട ഒരു ഗ്രേ കളറ് ആ തത്തേണത് ആ മാറിക്കും പീലി വിരിച്ചിട്ടുണ്ടോ നല്ല സമയത്താ വന്നത് അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ വില്ലേജിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് പിന്നെ നേരെ വന്നത് സഫാരി പാർക്കിന് സഫാരി ജേണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. കാരണം നമ്മൾ ഒരു വണ്ടിയിൽ ഇതുപോലെ ഗ്ലാസ്സുള്ള വണ്ടിയിൽ കയറിയിട്ട് ഇങ്ങനെ മൃഗങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ ഓരോ സോണും ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ അത് നമുക്ക് ഓരോ വന്യജീവികളുടെ അടുത്ത് കൂടെ ഒക്കെ പോകാനുള്ളൊരു ചാൻസാണ്. അപ്പോൾ ഈ ഒരു വഴിക്ക് വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവത്തിനുള്ള ടിക്കറ്റ് എന്തായാലും എടുക്കണം. അപ്പോൾ 90 ദിർഹംസിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു യാത്ര എൻജോയ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കണതാണ് നമ്മളുടെ ടൂർ ഗൈഡ്. അപ്പോൾ ആള് എല്ലാ മൃഗങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഓരോ സ്ഥലത്തുകൂടെ പോകുമ്പോഴും. അപ്പോൾ അതും നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. ഓരോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ നേരെ വെള്ളത്തിലേക്കാണ് പോണത്. അപ്പോൾ വെള്ളത്തിൽ ഏകദേശം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ആഴത്തിൽ വണ്ടി ഇറങ്ങും. നമുക്ക് എടുക്കുന്നത് ഹിപ്പോപ്പൊട്ടാമസുകളാണ് കിടക്കുന്നത് 2 എണ്ണം. ഒരു ഫുൾ വെള്ളത്തിൽ താന്നിട്ട് കുറച്ച് ഭാഗം മാത്രമാണ് ഒന്ന് പൊന്തി കിടക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ ഈ ഒരു സംഭവമാണ്. ഇവിടെ ഒരു കുറേ കുരങ്ങന്മാരെ കാണാൻ പറ്റില്ല ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു കുരങ്ങന്മാർ കളറും ഒരു ഡാർക്ക്, അതായത് ബ്ലാക്ക് കളറായിട്ടുള്ള കുരങ്ങന്മാരാണ്. അതുപോലെ തന്നെ നമ്മളെ വണ്ടിയുടെ മേലെ ഓടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഒരുപാട് കുരങ്ങന്മാരെ ഒരു കൂട്ടം.
the first one. Take the road. Because it's simple here now. Simple. When was the only cat that can be in the group? Once in the wild, you have two kind of group here. Male group and collision. Then a group of pride, which is male and female small house. Here also my sides. Also the wild is being pronounced. It's never sleeping. The female is primary. Up here. Somebody do water, you send it. Once you have water, right side, outside there. Outside there, have water. Crocodiles to speed, let it to go. My finger! Like a biggest one! Oh, what? Next now we're going to Asia Base. Let's visit Asia Base. And here coming from the bus, left side, you can see Nilgai. Good? Good. Nilgai Indian name, blue girl, blue cow. Here you can see the female. Also Nilgai, the largest Asian antelope. Left side, you can see the female. Nilgai. Spotted deer, left side, spotted deer. Left side, there you can see spotted deer. Here also left side, Nilgai again. Here also guys, spotted deer. Right side. That's the female. Right side. And also, we're going to visit Asia Base again. That's the next estimate.
India, Pakistan, South Africa. There also beside the Sunil Guy, we go like this, huge paper. Sunil Guy, we go to see the paper, Sunil Guy. Well, I'm coming to your side, like from coach, follow me. Alla ser det så vi kan se där det ser det gender color, you see the Peter has that from the some of the shade in the white, Alex. There from the coach, Alex. Coming also here from the first, left side and right side. Arabian Oryx, white color and red only. Arabian Oryx, white one. Arabian Oryx. Those horse conserva, those people is not yet. Sometimes Arabian Oryx. Here also left side you can see black bug, small one. Black coat, white stripe, twisted on black bug. So here the fast termination, they can adapt to it. Also black bug not allowed to go here. Salman Khan. That's scary. Build the tiger also endangered. Those are the caveats of allergy. They have tigers on the skin and mechanisms by the flies. The wild they are endangered. They are on the left side. Also the right side. Oh, they're looking. Water buffalo also coming here. From the first right side, that's the water buffalo. This one here, Asian buffalo. This one domesticated, Asian for farming, transportation, and also Asian for breeding. You can go in Carabao, water buffalo, Asian buffalo. Here you go again, you side on the right side, and also here, you side on the right side as well. Maybe, the other side. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഈ ഒരു കാഴ്ചകളാണ് ദുബായ് സഫാരി ജേണിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാനും അതിൻ്റെ എന്താ പറയുക, നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ടൈപ്പൊക്കെ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് കാണാനുള്ള ഒരു ചാൻസാണ് ഈ ദുബായ് സഫാരി ജേണി എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.